ഒരു ഭാര്യയ്ക്ക് എന്ത് ചെയ്യുക, ഭർത്താവിനോട് ധാരാളം ബാധ്യതകളുണ്ട്. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഒരു ഭർത്താവ് ശരീരം പഴുത്തൊലിക്കുന്ന പഴുപ്പ് സ്വന്തം നാവ് കൊണ്ട് നക്കിത്തോർത്തി വൃത്തിയാക്കിയാൽ പോലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള കടപ്പാട് വിടുകയില്ല. അത്രയും വലിയ കടപ്പാടാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ളത്. ഭർത്താവ് വിളിച്ചാൽ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഇസ്ലാമിന്റെ നിയമമായി പറഞ്ഞു ഏറ്റവും ഖൈറായ കലാമ് ഖുർആനാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അതോടെ മടക്കി വെച്ചിട്ട് ആരെ വിളിക്ക് ഉത്തരം നൽകണം. ഭർത്താവിന്റെ ഖുർആൻ ഓത്ത് നിർത്തേണ്ട ഒന്ന് ബാങ്ക് കൊടുക്കുമ്പോഴാണ്, രണ്ടാമത്തത് ഭർത്താവ് വിളിക്കുമ്പോഴാണ്. ഖുർആൻ ഓത്ത് ലോകത്ത് നിർത്താൻ ആകെ അനുമതിയുള്ളൂ, അല്ലാത്തപ്പോഴൊന്നും ഖുർആൻ ഓത്ത് നിർത്താൻ പാടില്ല. ഒരാൾ സലാം പറഞ്ഞാൽ പോലും നിർത്താൻ പാടില്ല, കാരണം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സലാം പറയുക സുന്നത്തില്ല എന്നുള്ളത്. അപ്പൊ അതിന് പോലും ഖുർആൻ ഓത്ത് മെനക്കെടുത്താൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആർക്ക് വേണ്ടി മെനക്കെടുത്തണം? ഭർത്താവിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇതിനോട് ഉപോത്ഭവമായ സംഭവം വേറൊന്നുണ്ടായിട്ടുണ്ട്. ഒരു സഹാബി പോകുന്ന സമയത്ത് എവിടെ യുദ്ധത്തിനോ കച്ചവടത്തിനോ എന്തിനാ പോയെന്നറിയില്ല, ഈ സഹാബി പോകുമ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോകരുത്, ഇവിടെ തന്നെ താമസിച്ചോളൂ. ഈ നിർദ്ദേശം കൊടുത്തിട്ട് പോയി. ഇതിനിടയിൽ ഈ സ്ത്രീയുടെ ആര് മരിച്ചു? വാപ്പ മരിച്ചു. വാപ്പ മരിച്ചപ്പോ ഇവള് ചെന്ന് നബിയോട് അനുമതി ചോദിക്കാൻ ആളെ പറഞ്ഞു വിട്ടു, ഇങ്ങനെ എന്റെ ഭർത്താവ് ഇങ്ങനെ ഇവിടുന്ന് പോയിരിക്കുകയാണ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വാപ്പ മരിച്ചു. അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ വാക്കാണ് അംഗീകരിക്കേണ്ടത്. ഇത് പഴയ തള്ളമാരും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും മക്കൾക്ക്, പെമ്മക്കൾക്ക്. ഇന്ന് അങ്ങനെയൊന്നും പഠിപ്പിച്ചു കൊടുത്താൽ ആ തള്ളമാർക്കൊന്നും വിവരമില്ല എന്നാണ് പിന്നെ ആര് പറയാ? മക്കൾ പറയാ തള്ളമാര് വിവരമില്ലാത്താണ്, അവിടെ അടിമപ്പണിയൊന്നുമല്ല ഭാര്യാവലെന്ന് പറഞ്ഞാല്. ഒരു മുസ്ലിമിന്റെ വായിൽ നിന്ന് ആ വാചകം വരാൻ പാടില്ല. എന്ന് വെച്ച് ഭർത്താവ് എന്ത് തെണ്ടിയാവാന്നല്ല. ഭർത്താവ് അവരിങ്ങോട്ട് കാണിക്കുന്നതിന് അതേപോലെ തിരിച്ചെന്ത് ചെയ്യണം, അവരെ സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും അവരെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അവരോട് അപ്രകാരം പെരുമാറുകയും വേണം. അതിൽ ഭാര്യമാര് മാത്രം ജോലി ചെയ്താൽ മതി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. നിങ്ങൾ വെച്ച് ഏറ്റവും ഗുണവാന്മാരാരാണ്? നിങ്ങളുടെ ഭാര്യമാർക്ക് ഗുണം ചെയ്യുന്ന ആൾക്കാരാണ്. ഭാര്യമാര് എന്ത് ചെയ്യുന്നുണ്ട്? ഗുണം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഗുണവാന്മാര് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരോടും തിരിച്ചങ്ങനെ സ്നേഹിക്കുകയും ജീവിക്കുകയും വേണം. അല്ലാതെ ഭാര്യമാരോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ അടിമയാണ്, ഞാൻ പറഞ്ഞ പോലെ കേട്ടോളണം, അല്ലെങ്കിൽ നരകം കിട്ടും എന്നൊക്കെ പറഞ്ഞു തന്നാൽ അള്ളാഹു ചെല്ലുമ്പോൾ നമ്മളെ പിടിച്ചിട്ടിരിക്കും. ആ പണിയൊന്നും അവിടെ നടക്കില്ല. മറിച്ച് ഇങ്ങോട്ട് ഇവർ ഇഹ്സാൻ ചെയ്യണം, അതോടൊപ്പം തന്നെ എന്താണ് ഭാര്യമാര് തിരിച്ച് അവരോട് ഇപ്രകാരം അനുസരിക്കണം. ഖുർആൻ ഓതുന്ന വെള്ളത്തിൽ നിന്ന് ഭർത്താവ് വിളിച്ച് അവിടെ ചെല്ലണം എന്നല്ലേ നിയമം. ഖുർആൻ ഓത്ത് നിർത്തി വെക്കണം. ഇത് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു മുസ്ലിം എടുത്ത് വെച്ചുകൊണ്ടായിരുന്നു, മറ്റേ ഒരു കുപ്പായൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഭയങ്കര ഖുർആൻ ഓത്ത. ഇച്ചിരി വെള്ളം വേണം, അവിടെ അടുക്കളയിൽ ഇരിപ്പുണ്ട്, അവിടെ പോയിട്ട് കുടിക്കും. ഞാൻ ഖുർആൻ ഓതാണ്. അല്ല എനിക്ക് വിശക്കുന്നുണ്ട്, ഇച്ചിരി ഭക്ഷണം വേണം, കുറച്ച് കഴിയട്ടെ, ഞാൻ ഇതോടെ ഓതിക്കട്ടെ, ഇത് മുടക്കി വെച്ചാൽ നടക്കൂല. ഇവളുടെ ഈ ഖുർആൻ പാരായണം അള്ളാഹ് സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല.